ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മനോഹർ മറിയത്തിൻ്റെ കഴുത്തിൽ മിന്നു കെട്ടുന്ന കാഴ്ച സരയു ആണെങ്കിൽ കുറച്ച് അകലെയായി കാറിലിരുന്നു കൊണ്ട് കാണുകയാണ്. അങ്ങനെ സരയുവിന് അത് സഹിക്കാൻ പോലും പറ്റുന്നില്ല. വിഷമം കൊണ്ട് അവൾ കരയുന്നുണ്ട്. നീ ഇങ്ങനെ തന്നെയല്ലടെ എൻ്റെ കഴുത്തിലും താലി കെട്ടിയത് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം കാർ ഡ്രൈവറോട് പറയുന്നുണ്ട്, വണ്ടിയെടുക്ക് പോ എന്ന് പറയാണ്. അങ്ങനെ ആ വണ്ടി അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട്. മനോഹറാണെങ്കിലും നമ്മുടെ മറിയത്തിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ എന്ന് പറഞ്ഞിട്ട് മനോഹറും അതുപോലെ തന്നെ മറിയവും കൂടി ചേർന്ന് നിന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. നിനക്ക് ഏതെങ്കിലും അമ്പലത്തിൽ പോയി തൊഴണോ എന്ന് ചോദിക്കുകയാണ് മറിയം. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മോൾക്ക് വല്ല പള്ളിയിലും പോകണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, എനിക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് മറിയം മറുപടി പറയുമ്പോൾ എന്നാൽ പുത്തൻപള്ളിയിൽ തന്നെ പോകാം എന്ന് മറുപടി പറയാണ്. അത് അവിടെ തന്നെ പോകാം, അവിടുത്തെ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അച്ഛനെ എന്തായാലും നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോളും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരങ്ങനെ അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ്. അതിന് ശേഷമാണെങ്കിൽ സരയു വളരെ വിഷമത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ബെല്ലടിക്കുമ്പോൾ ശാരി വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. മോളോ എന്ന് ചോദിക്കുകയാണ്. മോൾ എവിടെ പോയതാ എന്ന് ശാരി ചോദിക്കുമ്പോൾ ഞാൻ പോയത് ഒരു കല്യാണത്തിന്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു എന്ന് മറുപടി പറയുകയാണ്. ആണോ, ഏത് ഫ്രണ്ടാ മോളുടെ ഫ്രണ്ടിനെ എല്ലാം എനിക്കറിയാലോ എന്നിങ്ങനെ ശാരി പറയുമ്പോൾ ഇത് നിങ്ങൾക്കറിയില്ല, ഇതൊരു ബോയ് ഫ്രണ്ടാണ് എന്ന് പറയുന്നുണ്ട്. സുഹൃത്താണ്, അതിനെ നിങ്ങൾക്കറിയില്ല. അപ്പം മോള് ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഭക്ഷണം കഴിച്ചായിരുന്നു. ആ മിന്നുകെട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് പായസം കുടിച്ച പോലെയാണ് തോന്നിയത്. അതിനുശേഷം 3-4 തരം പായസം ഉണ്ടായിരുന്നു, പരിപ്പും കടലയും അടപ്രഥമനും അങ്ങനെ പാലടയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുഴിച്ച് വയറ് നിറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് നമ്മുടെ സാരിക്ക് മറുപടി പറയുകയാണ്. അപ്പം ശാരി ചോദിക്കുന്നുണ്ട്, അതെയോ, അങ്ങനെയാണെങ്കിൽ മോൾ എന്താ ഇങ്ങനെ പാഞ്ഞു നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശാരിയോട് ദേഷ്യപ്പെടുന്നുണ്ട് സരയു. അപ്പോൾ മോൾ എന്തിനാ എന്നെ കാണുമ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അപ്പോൾ പിന്നെ നിങ്ങളോട് ദേഷ്യപ്പെടാതെ, നിങ്ങൾ എല്ലാം കൊണ്ടും ജീവിതം നശിപ്പിച്ചതൊക്കെ നിങ്ങളൊക്കെ തന്നെയാണ്. എൻ്റെ മനുവേട്ടൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഇപ്പോൾ നിലനിൽക്കാൻ കഴിയുന്നത്. എൻ്റെ മനുവേട്ടൻ, നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ നാളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നില്ല എന്നിങ്ങനെ ശാരി പറയുന്നുണ്ട്. അത് ശരിയാണ് മോളെ, അത് മോളോട് ഞാൻ അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. അതുകൊണ്ട് നാളെ നമ്മുടെ ജീവിതത്തിൽ ആരുമില്ലെങ്കിലും മോള് സങ്കടപ്പെടരുത്, അത് അങ്ങനെയാവണം ജീവിതം എന്ന് പറയുന്നുണ്ട്. നിങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകും, ഞങ്ങൾ എന്തായാലും അമേരിക്കയിലോട്ട് പോവുകയാണല്ലോ, പിന്നെ എനിക്ക് സങ്കടപ്പെടേണ്ടി വരില്ല, എൻ്റെ മനുവേട്ടൻ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എന്ന് ശാരിയും മറുപടി പറയുകയാണ്. അല്ല മോളെ, മനു എങ്ങോട്ടാ പോയത് എന്ന് ചോദിക്കുന്നുണ്ട് ശാരി. അപ്പം പറയാണ്, മനുവേട്ടന് മീറ്റിംഗ്, അതിനെന്താ മീറ്റിങ്ങിന് പോയി, ഞങ്ങളിനിപ്പോൾ അടുത്ത് പോവുകയാണല്ലോ, അപ്പോൾ ദക്ഷിണ കൊറിയയിൽ നിന്നും ഉത്തര കൊറിയയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്, അതിനു വേണ്ടി പോയതാണെന്ന് പറയാണ്. അപ്പോൾ ശാരിക്കൊരു സംശയം. ശാരി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവളുടെ സംസാരത്തിൽ എന്തൊക്കെയോ ഒരു ദുരൂഹത പോലെ, ഇവൾക്ക് എന്തെങ്കിലും മനുവിനെ പറ്റി സംശയമുണ്ടോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. എന്താ നിങ്ങളിപ്പോൾ ചിന്തിച്ചു കൂട്ടണേ? ഒന്നും ചിന്തിക്കേണ്ട, ഒന്നിനെ പറ്റിയും ചിന്തിക്കേണ്ട, നിങ്ങൾ അധികം ചിന്തിച്ചു കൂട്ടണ്ട. പിന്നെ കഴിക്കാൻ എന്താ ഇവിടെ ഉള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മോള് ഭക്ഷണമൊക്കെ കഴിച്ചതല്ലേ, സദ്യ കഴിച്ചെന്നല്ലേ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അതെ, സദ്യ കഴിച്ചതാണ്, എങ്കിലും എനിക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ലേ, എന്തേ ഇല്ലെങ്കിൽ ഇല്ല എന്ന് എന്ന് പറയുമ്പോൾ ഉണ്ട് മോളെ, എല്ലാ സാധനങ്ങളും ഉണ്ട് ഫ്രിഡ്ജിൽ നിന്ന്, മോൾ എന്തായാലും പോയിട്ട് വേഗം ഫ്രിഡ്ജിൽ നിന്ന് ഞാനെടുത്തൊക്കെ ചൂടാക്കി വെക്കാം, എനിക്ക് പഴയതൊന്നും വേണ്ട, എനിക്ക് ഫ്രഷ് ആയിട്ടുള്ളത് മാത്രം മതി, എല്ലാതും ഉണ്ട് മോള് പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട്, എന്നാൽ ശരി ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് സരി അങ്ങനെ മുകളിലേക്ക് ഡ്രസ്സ് മാറാൻ വേണ്ടി പോവുകയും ചെയ്യുകയാണ്. അതിനുശേഷം മുകളിൽ ചെന്നിരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് ആ മിന്നുകെട്ടും കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. സരിന് സഹിക്കാൻ പോലും പറ്റുന്നില്ല. അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന ഇരുമ്പ് വടി എടുത്തൊന്ന് കയ്യിലെടുത്ത് നോക്കുകയും ചെയ്യുന്നുണ്ട്. നീ എന്തായാലും ഇനി എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ലടാ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യണം. ഇതേ സമയത്ത് നമ്മുടെ മനോഹർ മറിയം റൂമിലെത്തുകയാണ് മറിയത്തിൻ്റെ. അപ്പോൾ ഇന്നെന്തായാലും നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസമാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയിലോട്ട് പോകണം. ആ സമയത്ത് മനു പറയുന്നുണ്ട്, നമുക്ക് ഹണിമൂണൊക്കെ തീരുമാനിക്കണം, അവിടുത്തെ അമേരിക്കയിലോട്ട് ചെന്നിട്ട് അവിടുത്തെ പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരാഴ്ച ഹണിമൂണിന് പോകാമെന്ന് പറയുമ്പോൾ 1 ആഴ്ചയോ 2 ആഴ്ചയോ അതൊക്കെ നിൻ്റെ ഇഷ്ടം എന്നിങ്ങനെ മറിയം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതിനുശേഷം എന്തായാലും ഇനി എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കുറച്ചുകൂടി സാധനങ്ങൾ എടുക്കാൻ, എന്നാൽ അതിവിടെ കൊണ്ടുവന്ന് വെക്കായിരുന്നില്ലേ എന്ന് മറിയം ചോദിക്കുകയാണ്. അപ്പം എന്തായാലും എനിക്ക് എൻ്റെ ചില റിലേറ്റീവ്സിന് ചെറിയൊരു പാർട്ടി കൊടുക്കണം, കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം
ചോദിക്കുമ്പോൾ അതൊന്നല്ല, വെറുതെ ഞാനെന്തായാലും അമേരിക്കയിലോട്ട് പോവാണല്ലോ, അതിൻ്റെ ഒരു ചിലവെന്നുള്ള രീതിയിൽ നമ്മൾ പോയതിന് ശേഷം നമ്മുടെ കല്യാണം കഴിഞ്ഞെന്ന് അറിയുമ്പോൾ അവർക്ക് മനസ്സിലാവും അത് കല്യാണത്തിൻ്റെ ചിലവാണെന്ന്. അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്നാൽ ഞാൻ പോയിട്ട് വൈകിട്ട് വരാമെന്നും പറഞ്ഞ് മനോഹർ മറിയത്തിനോട് യാത്രയും പറഞ്ഞ് അവിടെ നിന്നും പോരുകയാണ്. സരയു ആണെങ്കിൽ വീണ്ടും അങ്ങനെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് മനോഹർ കയറി വരികയാണ്. അപ്പോൾ മോൾ എന്തായാലും എന്നെ ഒരുക്കി വിട്ടത് നന്നായി, എന്നോട് ഒരുപാട് പേര് പറഞ്ഞു ഇന്ന് നല്ല ഹാൻസം ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതേയും അങ്ങനെ സരയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നിന്നെപ്പറ്റി ആരാ പറഞ്ഞതൊക്കെ എനിക്ക് കൃത്യമായി അറിയാടാ എന്ന് പറയുന്നില്ല. മനുവേട്ട മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നു എന്ന് ചോദിക്കണം. ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നു, 10-20 കോടിയുടെ മീറ്റിംഗ് ആയിരുന്നു, അതെന്തായാലും അത് കിട്ടി, അത് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട്. ആണോ? അതെ. അപ്പോൾ ആ സമയത്ത് സരയു ചോദിക്കുകയാണ്, അല്ല മനുവേട്ട നമ്മളിനി പോകുന്നതിൽ വേറെ തടസ്സമൊന്നും ഇല്ലല്ലോ, മനുവേട്ടൻ്റെ ഡ്രസ്സുകളൊക്കെ അവിടെ എയർപോർട്ടിൻ്റെ അടുത്ത് ഹോട്ടലിൽ കൊണ്ട് വെച്ചിട്ടില്ലേ, അപ്പോൾ എൻ്റെ ഡ്രസ്സുകളൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ മോളുടെ കുറച്ചല്ലേ ഉള്ളൂ, അതിനെന്താ നമുക്ക് പെട്ടെന്ന് തന്നെ പോവാലോ, ഇനി ഇതിൻ്റെ ഇടയിൽ മീറ്റിംഗ് വല്ലതുണ്ടോ മനുവേട്ട എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലേ മനുവേട്ടന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. വേണ്ട മോളെ എനിക്കിപ്പോൾ വയറ് നിറഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ ഒരു ഗ്ലാസ് എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം, എന്നാൽ ശരി നിർബന്ധമാണെങ്കിൽ എടുത്തോ എന്ന് മനു പറയുന്നുണ്ട്. പാല് തന്നെ ആയിക്കോട്ടെ, അപ്പം ഉറങ്ങാനൊക്കെ നല്ല സുഖമായിരിക്കുമെന്ന് പറയണം. എന്നാൽ ശരി പാലെടുത്തോ. അങ്ങനെ സരയു അടുക്കളയിലേക്ക് ഇങ്ങനെ പോകാൻ നിൽക്കുന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, അതെ നിനക്ക് പാലും മുട്ടയും ഒക്കെ ഞാൻ തരാടാ, നിന്റെ ഇത് അവസാനത്തെ കഴിക്കലും കുടിക്കലാണടാ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സരയു അങ്ങനെ അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണിയും ദീപയും കൂടിയിട്ട് അമ്പലത്തിൽ തൊഴാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ആ സമയത്ത് അവരെങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ പൂജാരി തീർത്തൊക്കെ കൊടുക്കുന്നുണ്ട്, പ്രസാദമൊക്കെ കൊടുക്കുന്നതിനിടയിൽ പറയാണ്, മോളെ നിങ്ങൾക്ക് 3 പെൺമക്കൾക്കും നല്ലത് വരാൻ വേണ്ടി എല്ലാ ദിവസവും ഇവിടെ അർച്ചന നടത്തുന്ന ഒരാളുണ്ടായിരുന്നു, ഇപ്പോൾ എന്തോ 2-3 ദിവസമായിട്ട് ആ ആളെ ഇങ്ങോട്ട് കാണാനില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദീപ പറയുകയാണ്, ഓന്ത് നിറം മാറുന്നത് പോലെ അയാളുടെ സ്വഭാവം, അതുകൊണ്ട് നിറം മാറിയോന്നൊന്നും അറിയില്ല, സ്വഭാവം മാറിയോന്നൊന്നും അറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ശാന്തി പറയുന്നുണ്ട്, അതെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ, എന്നോട് ഞാനിങ്ങനെ അർച്ചന കഴിക്കുന്ന സമയത്ത് അയാൾ ആത്മാർത്ഥമായി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, എനിക്കത് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കല്യാണി പറയണേ ഇനിയിപ്പോൾ എന്താണാവോ, എന്തെങ്കിലും പറ്റിയതാണാവോ, എന്തെങ്കിലും അസുഖമായിട്ട് കിടക്കണതാണോ, ഒന്നാമത് നെഞ്ചൊക്കെ പണി മുടക്കിയിട്ടുള്ള ആളാണ് എന്ന് പറയുമ്പോൾ അറിയില്ല മോളെ, എന്തായാലും വന്നിട്ട് കുറച്ച് ദിവസമായി എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കല്യാണി ദീപയോട് പറയുന്നുണ്ട്, എന്താ അമ്മ അച്ഛൻ എന്താ പറ്റിയതായിരിക്കും, അച്ഛൻ എന്തെങ്കിലും അസുഖം വന്ന് കിടക്കായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്ന് അന്വേഷിച്ചാലോ എന്ന് പറയാണ്. മോൾക്ക് മോളുടെ കാര്യം നോക്കിയാൽ പോരാ, അയാൾ അങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കേണ്ടെന്ന് ഞാൻ മോളോട് പറഞ്ഞു, നീ പിന്നെ ഈ അച്ഛ എന്ന് വിളിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, നീ വിക്രത്തിന്റെ അച്ഛൻ എന്ന് വേണമെങ്കിൽ വിളിച്ചോ, അത് എനിക്ക് കേൾക്കുന്നത് സുഖം തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ദീപയും മറുപടി പറയുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ പ്രകാശനെ കാണിക്കുന്നുണ്ട്. പ്രകാശനാണെങ്കിൽ ചുമച്ച് ഒരു റൂമിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നല്ല പനിയും ചുമയാണെന്നാണ് തോന്നുന്നത്, മൂടി പുതച്ചൊക്കെ കിടക്കുന്നുണ്ട്. അത് അങ്ങനെ കിടക്കുന്ന പ്രകാശനെയും കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡൊക്കെ അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്